എല്ലാവർക്കും നമസ്കാരം. വേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. അശ്വതി മുതൽ ദേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഈ ഒരാഴ്ച കാലത്തെ അശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തികക്കാലം ഉൾപ്പെടുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഈ ഒരാഴ്ചക്കാലം പ്രത്യേകമൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. പല വിധത്തിലുള്ള തടസ്സങ്ങളും വന്നു ചേർന്നേക്കാം. നമ്മുടെ ആത്മവിശ്വാസങ്ങൾ നഷ്ടപ്പെടുന്നതായ പല സാഹചര്യങ്ങളും ഈ ഒരാഴ്ചക്കാലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ആത്മസംയമനത്തോടുകൂടി പ്രത്യേകം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. അനാവശ്യമായിട്ട് ആരുമായിട്ടും വാക്കുതർക്കം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായിട്ട് വ്യാധികൾ അനുഭവിക്കുന്നവർ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടാനായിട്ട് ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബസ്ഥാനത്ത് അസ്വസ്ഥതകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ വരാതിരിക്കാനും ജീവിത പങ്കാളിയിൽ നിന്ന് ഒളിച്ചു വയ്ക്കുന്നതായ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാനും ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് സമീപ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അഘോരമന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. കാർത്തികമുക്കാലും രോഹിണിയും മകേരത്തരയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരാഴ്ചക്കാലം പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു ഫലമാണ്. പുതിയ വസ്ത്ര ആഭരണങ്ങൾക്കൊക്കെയുള്ള യോഗം നൽകുന്നുണ്ട്. ജീവിത പങ്കാളിയുമായിട്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി കഴിയുന്നതിനുള്ള യോഗങ്ങളും ഈ ഒരാഴ്ചക്കാലം വന്നു ചേരും. അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്ന സമ്മാനങ്ങൾ മനസ്സിനേറെ സന്തോഷത്തിലാക്കുന്നതാണ്. ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള യോഗങ്ങളും വന്നു ചേരും. എന്നിരുന്നാലും പലപ്പോഴും ജീവിതത്തിൽ പല രീതിയിലുള്ള പരീക്ഷണങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം. പല പ്രതിസന്ധികളിൽ ഇനി എന്ത് ചെയ്യണം എന്നൊരു ചിന്ത കൂടി നമ്മുടെ മനസ്സിനെ വല്ലാതെ അലട്ടിയേക്കാം. പെട്ടെന്ന് വരുന്ന വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിനെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുകയും മനസ്സിൻ്റെ ചിന്ത തന്നെ നെഗറ്റീവായി പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം വന്നു ചേരും. അതിനെ തരണം ചെയ്യാനായിട്ട് പ്രത്യേകം ഇവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വന്നു ചേരുന്ന ആഘോഷങ്ങളിലും മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ മാത്രം പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മനസ്സിനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ചിന്തിപ്പിക്കാതിരിക്കാനും കൂടി ഇവർ സ്വമേധയാ പ്രയത്നിക്കേണ്ടതാണ്. അത് ഇവരുടെ ജീവിതത്തിന് കൂടുതൽ ഗുണഫലത്തെ നൽകും. കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി വീണ്ടും വീണ്ടും ആലോചിച്ച് ക്ലേശങ്ങൾ സ്വമേധയ ഉണ്ടാക്കി വെക്കാതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും സുബ്രഹ്മണ്യ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. മകേരത്തരയും തിരുവാതിരയും പുണർത്തിക്കാൽ ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് പൊതുവെ ഗുണപരമായിരിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ജീവിതത്തിലേറെ സന്തോഷങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള ഒരു ദിവസവും കൂടിയായിരിക്കും വരാൻ പോകുന്നത്. തൊഴിൽ സ്ഥാനങ്ങൾക്ക് സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതിനൊക്കെയുള്ള യോഗങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ചക്കാലം പ്രതീക്ഷിക്കാവുന്നതാണ്. പുണർത്തിക്കാലും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന കർക്കിടകക്കൂറുകാർക്കും ഈ ഒരാഴ്ചക്കാലം പൊതുവെ ഗുണപരമായിരിക്കും. ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. ഏറെ നാളായി നിലനിന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുടുംബത്തിൽ നിന്ന് മാറുന്നതിനും കുടുംബജനങ്ങളൊക്കെ ആയിട്ട് ഐക്യതയിൽ കഴിയുന്നതിനുള്ള യോഗങ്ങളൊക്കെ വന്നു ചേരും. ദൂരദേശ യാത്രകൾ ചെയ്യുന്നതിനും ഏറ്റവും ഇഷ്ടപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് സംജാതമാകുന്നതാണ്. പ്രധാനമായിട്ടും ദേവീക്ഷേത്ര ദർശനം നടത്തുക. ദേവീക്ഷേത്രത്തിലേക്ക് പ്രാധാന്യം അർഹിക്കുന്ന ചടങ്ങുകളിലൊക്കെ കഴിയാവുന്നതും സാന്നിധ്യത്തെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദോഷശാന്തിക്കായിട്ട് ദേവിക്ക് ചൊവ്വാഴ്ച രക്തപുഷ്പാഞ്ജലിയും കടുംപായസവും നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. മകംപൂരം ഉത്രത്തിക്കാൽ ഉൾപ്പെട്ട ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു ഫലമാണ്. വൈരാഗ്യങ്ങളും വിദ്വേഷണങ്ങളും മനസ്സിൽ സൂക്ഷിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരുന്ന കാര്യങ്ങൾ സ്വമേധയെ എടുത്തു വെക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് അരോചകത്വം തോന്നാത്ത രീതിയിൽ സംസാരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ പ്രവർത്തിക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാനും അതുവഴി ജീവിതത്തിൽ പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഏറ്റവും അടുത്തിരിക്കുന്ന ആൾക്കാരുമായിട്ട് അകന്നു കഴിയാൻ പോലും അതുകൊണ്ട് യോഗം നൽകിയേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ച് ഗൗരവത്തോടുകൂടി ആലോചിച്ച് മാത്രം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഉത്രത്തിമുക്കാലും അത്തവും ചിത്തിരത്തിരയും ഉൾപ്പെട്ട കന്നിക്കൂറുകാർക്ക് പൊതുവെ ഗുണപരമായിരിക്കുന്ന സമയമാണ്. പുതിയ സ്നേഹബന്ധങ്ങളൊക്കെ ഉടലെടുക്കുന്നതിനും വിവാഹ തടസ്സങ്ങളൊക്കെ മാറി ഉത്തമമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനൊക്കെയുള്ള യോഗം നൽകും. തൊഴിൽ സ്ഥാനത്ത് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനും സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതി ലഭിക്കുന്നതിനൊക്കെയുള്ള യോഗവും ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് കാണുന്നുണ്ട്. ചിത്തിരത്തരയും ചോതിയും വിശാഖത്തിക്കാൽ ഉൾപ്പെട്ട തുലാക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു ഫലമാണ്.
ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദൂരദേശ യാത്രകൾ ചെയ്യുന്നതിനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനുള്ള യോഗങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം നൽകും. ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ഭക്ഷണങ്ങളൊക്കെ ലഭിക്കുന്നതിനും അതുവഴി മനസ്സന്തോഷം ഉണ്ടാകുന്നതിനുള്ള യോഗങ്ങളും ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. വിദേശത്ത് തൊഴിലുകളൊക്കെ ഏർപ്പെടുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാനായിട്ട് ഒരുങ്ങുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഈ ഒരാഴ്ചക്കാലം. വിശാഖക്കാരും അനിഴവും തൃക്കേട്ടയും ഉൾപ്പെട്ട വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഏറെ ശ്രദ്ധയോട് മുന്നോട്ട് പോകേണ്ടതായ സമയമാണ്. പലപ്പോഴും ധനനഷ്ടങ്ങൾ വന്നു ചേരുന്നതിനുള്ള സമയങ്ങളൊക്കെ ലഭിച്ചേക്കാം. അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവരുടെ ജീവിതത്തിൽ പലവിധത്തിലുള്ള മനോവിഷമതകൾക്കും ഇട നൽകിയേക്കാം. പലപ്പോഴും നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മതിയായ അംഗീകാരം ലഭിക്കാതെ വരുന്നതും അനാവശ്യമായിട്ട് വരുന്ന ധനച്ചിലവുകളൊക്കെ മനസ്സിനേറെ ബുദ്ധിമുട്ടിലാക്കിയേക്കാം. കുടുംബാംഗങ്ങളുമായിട്ട് സൗമ്യതയിൽ കഴിയുന്നതിനുള്ള യോഗങ്ങളൊക്കെ നൽകാം. എന്നിരുന്നാലും പലപ്പോഴും പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്നു ചേരുന്നത് നമുക്ക് തന്നെ പലവിധത്തിലുള്ള മനോവിഷമതകൾക്കും ഇട നൽകുന്നതാണ്. ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന സ്വഭാവ രീതിയും മാറ്റിവെക്കുക. വരാൻ പോകുന്ന കാര്യങ്ങളെ ആലോചിച്ച് പ്രവർത്തിക്കുന്നതും ഇവർക്ക് കൂടുതൽ ഗുണഫലത്തെ നൽകും. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ദുർഗാക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഭദ്രകാളി ദേവിക്ക് കടുംപായസം നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാലം ഉൾപ്പെട്ട ധനുക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന സമയമാണ്. 7ാം ഭാവത്ത് സഞ്ചരിക്കുന്ന വ്യാഴം കുടുംബജീവിതത്തിൽ പലവിധത്തിലുള്ള സന്തോഷങ്ങളും വിവാഹ തടസ്സങ്ങളൊക്കെ മാറി വിവാഹം ലഭിക്കുന്നതിനേക്കുള്ള ഇട നൽകും. വിദേശ യാത്രയ്ക്കൊക്കെ ഒരുങ്ങുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. ഗൃഹനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. എന്നിരുന്നാലും മറ്റുള്ളവരുടെ ശത്രുത പിടിച്ചു പറ്റാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഉയർച്ചയിൽ അസൂയ തോന്നുന്നവർ ധാരാളം വന്നു ചേരുന്നതിനുള്ള യോഗങ്ങളൊക്കെ നൽകിയേക്കാം. എന്നിരുന്നാൽ പോലും മറ്റുള്ളവരോട് നമുക്ക് യാതൊരു വിധത്തിലുള്ള നീരസവും തോന്നാതെ മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഇവരുടെ ജീവിതത്തിൽ കൂടുതൽ ഗുണഫലത്തെ നൽകും. കഴിയാവുന്നതും എല്ലാ ശനിയാഴ്ചയും അയ്യപ്പസ്വാമിക്ക് ദർശനം നടത്തി നീരാഞ്ജനം നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുവരുടെ ദോഷങ്ങൾ മാറാനായിട്ട് ഏറ്റവും ഉപകരിക്കും. കണ്ടകശനി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പല നല്ല കാര്യങ്ങളും നമുക്ക് തന്നെ പ്രശ്നങ്ങളായിട്ട് വന്നു ചേർന്നേക്കാം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. അയ്യപ്പസ്വാമിക്കുള്ള എള്ളു നിവേദ്യമോ നീരാഞ്ജന വഴിപാടോ കൃത്യമായിട്ട് നടത്താനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്രാടത്തി മുക്കാലും തിരുവോണവും അവിട്ടത്തരയിൽ ഉൾപ്പെട്ട മകരക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയത്തിനുള്ള യോഗങ്ങളൊക്കെ നൽകും. വിദ്യാ പുരോഗതിക്കുള്ള യോഗങ്ങളും തൊഴിലിന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നൊരു സമയമാണ്. എന്നിരുന്നാലും രോഗാദി കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രധാനമായിട്ട് ശിരോസംബന്ധമായിട്ട് വരുന്നതും നേത്ര സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഇവരെ വല്ലാത്ത രീതിയിൽ ബാധിക്കാനായിട്ട് സാധ്യത നൽകുന്നതിനാൽ ഈ സ്ഥാനങ്ങളിൽ വരുന്ന എല്ലാ ക്ലേശങ്ങൾക്കും വൈദ്യസഹായം തേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ഇവരെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായിരിക്കും. അവിട്ടത്തരയും ചതയവും പൂരുരുട്ടാതി മുക്കാൽ ഉൾപ്പെടുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് 5ാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴം പലവിധത്തിലുള്ള മനസ്സന്തോഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഗൃഹ അന്തരീക്ഷത്തിൽ സംജാതമാക്കും. ഗൃഹനിർമ്മാണത്തിന് കാര്യസാധ്യം ലഭിക്കും. പുതിയ തൊഴിൽ ആരംഭിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ പൂർവിക സ്വത്തിനെ ലഭിക്കുന്നതിനൊക്കെയുള്ള യോഗം നൽകുന്നുണ്ട്. വിദേശത്ത് പ്രവർത്തിക്കുന്നവർക്കും മോഡൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഏറ്റവും അംഗീകാരം ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ച സംജാതമാകും. ഇവരുടെ ദോഷശാന്തിക്കായിട്ടും ഗുണഫലം കൂടുതൽ സിദ്ധിക്കുന്നതിനും വേണ്ടിയിട്ട് ഏറ്റവും അടുത്ത ഗണപതി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുന്നതും ഗണപതി ഭഗവാനെ മുക്കുറ്റിയും കർഗമാലയും സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. പൂരുരുട്ടാതിക്കാലും ഉത്രട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ജന്മശനിയുടെ സമയമായതിനാൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും നമ്മളിലേക്ക് തന്നെ വന്നു ചേരുന്നതായിട്ട് നമുക്ക് അനുഭവത്തിൽ തോന്നിയേക്കാം. പുതിയ ഗൃഹ വാഹന ഇത്യാദി ഗുണങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം നമുക്ക് ലഭിക്കുന്നതിനുള്ള യോഗങ്ങൾ നൽകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും അച്ചടക്കത്തോടും കൂടി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സമയം തെറ്റിയുള്ള ഭക്ഷണ രീതി ഒഴിവാക്കുന്നതും ഏറ്റവും നന്നായിരിക്കും. ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനായിട്ടും ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒത്തിരി കൊഴുപ്പുള്ളതും എരിവുള്ളതായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുന്നതും ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായിരിക്കും. ഈ ഒരാഴ്ചക്കാലം കഴിയാവുന്നതും സസ്യാഹാരം മാത്രമായിട്ട് കഴിക്കാൻ ശ്രമിക്കുന്നതും ഇവർക്ക് കൂടുതൽ ഗുണഫലത്തെ നൽകുന്നതാണ്. അതുപോലെ തന്നെ ഭക്ഷണകാര്യങ്ങളിൽ നിന്ന് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഇവർക്ക് ഇത് ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. നമ്മുടെ ദോഷങ്ങളൊക്കെ മാറി ഗുണസിദ്ധിക്ക് വേണ്ടിയിട്ട് ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം കുരുതി നടത്തുന്നതും ശനിയാഴ്ച അയ്യപ്പസ്വാമിക്ക് എള്ളു നിവേദ്യം നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. പൂരുരുട്ടാതിക്കാലും ഉത്രട്ടാതിയും രേവതി ഉൾപ്പെടുന്ന മീനക്കൂറുകാർ ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കുക. പല വിധത്തിലുള്ള രോഗാദി ക്ലേശങ്ങളും പല വിധത്തിലുള്ള
വഴക്കുകളോ കേസുകളിലോ തർക്കങ്ങളൊക്കെ പെട്ടുപോകാനുള്ള സാഹചര്യവും വന്നു ചേരുന്നുണ്ട്. സ്ത്രീകൾ നിമിത്തം പലവിധമുള്ള അപവാദങ്ങൾക്കുള്ള യോഗം ഉള്ളതിനാലും പ്രത്യേകം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരും യന്ത്ര സാമഗ്രികൾ ഉപയോഗിക്കുന്നവരും പരിക്കുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ദൂരദേശ യാത്രകൾ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നവർ കഴിയാവുന്നതും ഈ ഒരാഴ്ചക്കാലം മാറ്റിവെച്ചതിന് ശേഷം യാത്ര പുറപ്പെടാനായിട്ട് ശ്രദ്ധിക്കുക. ഒട്ടും ഒഴിവാക്കാൻ പാടില്ലാത്ത യാത്രകളാണെങ്കിൽ മതിയായ പരിഹാരക്രിയകൾ സമീപ ക്ഷേത്രത്തിൽ ചെയ്തിട്ട് യാത്ര പുറപ്പെടുന്നത് ആ യാത്രത്തിൻ്റെ ഗുണഫലത്തിന് വേണ്ടിയിട്ട് ഉപകരിക്കുന്നതാണ്. പലപ്പോഴും ഗൃഹ അന്തരീക്ഷത്തിൽ കലഹം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ സംജാതമാകും. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കഴിയാവുന്നതും നമ്മൾ പിൻവലിഞ്ഞ് നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ദിവസം ദേവിക്ക് കുരുതി നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. നമ്മൾ ഉത്സവത്തിൻ്റെയും മറ്റ് തിരക്കുകളായതിനാൽ തന്നെയാണ് നിത്യമുള്ള വീഡിയോകളൊന്നും ചെയ്യാൻ സാധിക്കാത്തത്. നിങ്ങൾക്ക് നമ്മുടെ ഹിന്ദു ആചാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ചോദിച്ചാൽ അറിയാവുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഈ പറഞ്ഞ നക്ഷത്രദോഷങ്ങളുടെ പരിഹാരങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ചെയ്യുക. നമ്മുടെ ദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് അത് ഉപകരിക്കുന്നതും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജത നൽകുന്നതിനും ആ പ്രവർത്തനങ്ങൾക്കൊക്കെ ഫലസിദ്ധി ലഭിക്കുന്നതിനൊക്കെയാണ് ക്ഷേത്ര വഴിപാടുകളും പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഗുണഫലത്തെ നേർന്നുകൊണ്ട് എല്ലാവരെയും മൂകാംബിക ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.